പ്രദർശനാനുമതി നൽകാത്തത് ചൂണ്ടിക്കാട്ടി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഇതുവരെയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിലാണ് നടപടി. 27-നായിരുന്നു റിലീസ് നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങൾ ലിഡിയ ജേക്കബ് നൽകും. ലിഡിയ, എന്തുകൊണ്ടാണ് ഈ അണിയറ പ്രവർത്തകർ കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ചത്? മറ്റു വിശദാംശം. അജി, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദം കോടതിയിലേക്ക് കയറുകയാണ്. അണിയറ പ്രവർത്തകർ കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തത് ചൂണ്ടിക്കാണിച്ചാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ തന്നെ രംഗത്തെത്തി പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡ് അനുമതി തന്നിട്ടില്ല. മുംബൈയിലെ റീജിയണൽ ഓഫീസാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് സിനിമയിൽ നിന്ന് ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് ജാനകി. ജാനകി എന്നത് സീതയുടെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ സീത എന്ന പേരിന്റെ മറ്റൊരു വകഭേദമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ്, അത്തരം പേരുകൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതുവരെയായിട്ടും കാരണം കാണിക്കൽ നോട്ടീസ് വ്യക്തമായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ പരിമിതിയുണ്ട്. ഈ കൃത്യമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകാത്തതും ഇത് വലിയ രീതിയിൽ ഈ പ്രദർശനത്തിന് ഒരു തടയാകുന്നുണ്ട്. 27-ന് റിലീസ് നിശ്ചയിച്ച സിനിമയാണ്. പക്ഷേ ഇത്തരത്തിൽ പ്രദർശനാനുമതി നൽകാതെ, അതായത് കേരളത്തിൽ നിന്നും സെൻസർ ചെയ്ത് കേന്ദ്ര സെൻസർ ബോർഡിലേക്ക് അയച്ച കോപ്പിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സെൻസർ ബോർഡാണ് ഇതിന് അനുമതി നൽകേണ്ടത്. ആ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് എന്താണ് കാരണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാത്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാരണം കാണിക്കാൻ നോട്ടീസ് നൽകാത്തതിനെ തുടർന്ന് അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡ് അംഗങ്ങളടക്കം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനും കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. വാക്കാലുള്ള ഒരു മറുപടി മാത്രമാണ് ലഭിച്ചത്. ഇത്തരത്തിൽ ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വാക്കാലുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രദർശനാനുമതി നിഷേധിച്ചുള്ള ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകും. വരും മണിക്കൂറുകളിൽ തുടർ നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഉള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. 92 പ്രാവശ്യം ഇത്തരത്തിൽ സുരേഷ് ഗോപി അടക്കം ജാനകി എന്നുള്ള പേര് ആ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ, സിനിമയുടെ പേര് തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. അത്തരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അഭിനയിച്ച സിനിമയ്ക്കാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞ്, ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അതിൽ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അണിയറ പ്രവർത്തകർ. ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.